ഓഹോ, തുടങ്ങിയോ? ഏയ്, ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. ഇത് നിർത്തിന്ന് എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ? തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കെട്ടിയോൾ അമ്മണി ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതാ. അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ല എന്ന്. പോളട്ടാ, വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് കുറയും. ഇല്ല, എനിക്ക് പരിചയം ഇല്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ബോറാക്കരുത്. ആയിപ്പോവും. കോന്തം പോളേട്ടാ, ഇന്ന് സൺഡേ അല്ലേ? ഇവിടെ സ്റ്റാഫ് ആരുമില്ല. പ്രൈവസി അല്ലേ? മെനേഡ് കാണിക്കണം ഒരുമാതിരി. ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടിയിരുന്ന് മൃദംഗം വായിച്ചിരുന്ന ആളെ തല്ലിക്കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, അച്ഛാ, ക്യാൻ ഐ ഫിക്സ് എ ഡ്രിങ്ക് ഫോർ യു? പുറംകാലിന് തൊഴിച്ചു കളയും. പുവർ മാൻ. എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിനോ ആരുമില്ല. ഈ തെണ്ടി തമ്മാടി കാർത്തികം പോലും quite alone in this universe. അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ഞായറാഴ്ച ഉണ്ണിയാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. 7 ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും സവാരി കിരികിരിയും കുളിയും തന്നെ ഒന്നും ഇല്ല മോനെ. ഒരു റഷ്യ മണം. റഷ്യയൊക്കെ ഔട്ട്. ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം അണ്ണാ, അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശ്ശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോല് വെച്ചു. കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ഡിങ് ഡിങ്. പിമ്പ് ചന്ദ്രദാസൻ. നമ്മൾ ഇറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും. വരട്ടെ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചാനെ. ഗവർണറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരടാ അത്? ഞാനാടാ. വാ 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 വാ. ഏത് വകുപ്പിലാടാ ചെറ്റ ഞാൻ നിനക്ക് അളിയനാവുന്നത്? എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മോളിലടാ കനകറാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എനക്ക് കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞിരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കുണ്ടാക്കാതെ. കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ. നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന് മുമ്പിൽ പൊക്കില്ലത്. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേരും നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. ഉണ്ണി ബാക്കിലോട്ട് നിക്കി. മോനെ നടേശ, ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ.
നിർണായകവും മുട്ടയുടെ വെള്ളയും, ചില്ലറക്കിടിപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. വാതറ. അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടക്കിരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നെഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. വെടിപ്പായല്ലോ പോളേട്ടാ, ഹാപ്പി അല്ലേ? ആളെ വിട്ട് തല്ലിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓൾഡ് ഫാഷൻ പരിപാടിയാണ്. നമുക്കിവിടെ വേണ്ടാന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ തട്ടിക്കല്ലണം. നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണെങ്കിൽ ഒറ്റ ബുള്ളറ്റ്. എടോ, കൊല്ലാനായിരുന്നെങ്കിൽ ശേഖരനെ എന്നേ അതാവായിരുന്നു. ശേഖരമാമ വേണ്ടാന്ന് വെച്ചിട്ടാ അതാ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് വിലസുന്നത്. തന്തയെ കൊണ്ടിരുന്ന് പുല്ല് നടക്കില്ല, മോനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. രാജേന്ദ്ര, പൂച്ച എലിയിട്ട് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊല്ലില്ല, നല്ല പ്രാണവേദന എടുപ്പിച്ചിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ അച്ഛനെയും മോനെയും കരയിക്കുന്ന വിദ്യ ഉണ്ട്. അതിന് സമയായി. നാളെ വള്ളുവനാട് സെൻട്രൽ ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. കടത്തിൽ മുങ്ങുന്ന ബാങ്കിനെ രക്ഷിക്കാൻ ചിലത് ചെയ്യണ്ടേ? വേണം. കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കണം. റീപേയിങ് കപ്പാസിറ്റി ഇല്ലാത്ത ക്ലയൻസിന്റെ ഈട് ജപ്തി ചെയ്ത് പണം വസൂലാക്കണം. എന്റെ കണ്ടീഷൻ നീലകണ്ഠന് മനസ്സിലായില്ലേ? ഒഫീഷ്യലി എനിക്കിപ്പോ ബാങ്കിൽ പവറൊന്നുമില്ല. പക്ഷേ നീലകണ്ഠന്റെ ലോണിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ്. ഡയറക്ടർ ബോർഡിന് മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ആക്ഷനും എടുക്കാത്തതെന്നാണ്. ഞാൻ എന്താ പറയുക, പുതിയ ഭരണം. അറിയാൻ നമ്പ്യാരെ, മുണ്ടയ്ക്കൽ ശേഖരന്റെ കയ്യിലാണെന്നാവും ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയും വേഗം എത്ര രൂപ നമുക്ക് അടയ്ക്കാൻ കഴിയും? കുറച്ച് പണം എന്നാ പിടിച്ചു നിൽക്കാൻ പറ്റും. പണം നിത്യ ചെലവിനുള്ളത് ഭാര്യയുടെയിലുണ്ടാവും. അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറെ. നമ്പ്യാരെ, ഈ 500-ന്റെ ഒക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നീലകണ്ഠൻ എന്തായി പറയുന്നത്? കാർത്തികേയനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ? നിങ്ങൾ ഈ പറയുന്ന 500 കൊണ്ട് അയാളെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും. ചോദിക്കില്ല, എന്നാലും വാങ്ങിക്കില്ല, അയാളെ അറിയിക്കുകയില്ല. കാരണം ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ലേ. അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ഇറങ്ങി തരേണ്ടി വരും വിത്തിൻ നോ ടൈം. നമ്പ്യാരെ, പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച മണ്ണ് അത്തോടി ഒഴിവാക്കി ബാക്കി ഭാഗം അറ്റാച്ച് ചെയ്തോളൂ. അവൾ ഉറങ്ങുന്നതിനടുത്തൊരു 6 അടി മണ്ണ് എനിക്ക് വേണം. അത് മതി. അത്രയെങ്കിലും ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ ബാങ്കിന്? ഇല്ല, ആ പറമ്പും വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ, അതിൽ നിന്ന് 1 സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചോർസ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഓടിയെടുത്ത് കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമോ എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ മതി. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ചു ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. ഇതൊക്കെ തന്ത്രമല്ലേ? ആ വീടും പുരയിടും വിറ്റ എന്ത് കിട്ടും? അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മോനെ അറിയില്ലേ, കാർത്തികേയൻ മൊല്ലാളി. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? അപ്പൊ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയാ.
പടിയിറങ്ങിയ നീലകണ്ഠൻ ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്, എന്റെ നെഞ്ചില്. വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. എവിടേക്കാ വരാമോ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. എന്താ അച്ഛാ ഇത്? എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ? പോവാതെ നിവർത്തിയില്ല, ബാങ്ക് ജപ്തി ചെയ്ത്. എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യരമോനും? സുഹ്ര, നിങ്ങളും കാർത്തികനെ എനിക്കൊരുപോലല്ലേ മോളെ. ആരോടും വാശിയില്ല. ഒരു യാത്രയ്ക്ക് സമയമായി, പോകുന്നു, അത്രേ ഉള്ളൂ. നമ്പ്യാർ സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്. എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതും നോക്കി, കഴിയാഞ്ഞിട്ടാ. ഏയ്, ആരോടും പരിഭവമില്ല, ശേഖരനോട് പോലും. പൊയ്ക്കോളൂ, കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരേ. ഓ സാർ, ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ. സുഹ്ര, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ.